Hello, once again, welcome back to Plus Lane. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസിന്റെ സെക്കൻഡ് ടേർമിനൽ എക്സാമിനേഷൻ, അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സെക്കൻഡ് ടേർമിൽ എക്സാമിനേഷനും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് വീഡിയോസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ Okay, first question. Explain insurance and fundamental principles of insurance. എന്താണ് ഇൻഷുറൻസ് എന്നും ഇൻഷുറൻസിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. 8 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. Okay, second question. Explain sole proprietorship, partnership, cooperative society, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, അതുപോലെ തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി തുടങ്ങിയവയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. അവയുടെ മെറിറ്റ്സ്, ലിമിറ്റേഷൻസ്, ഫീച്ചേഴ്സ് എല്ലാം പഠിക്കണം. കാരണം ഒരു തവണ ഇപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻ ആണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ മാറി ചോദിക്കാറുണ്ട്. പാർട്ണർഷിപ്പ് എന്താണ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻസ്, അല്ലെങ്കിൽ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻസ് എല്ലാം ചോദിക്കാറുണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. 8 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യമാണിത്. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ഗവൺമെന്റ് കമ്പനി, ഫീച്ചേഴ്സ്, മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. എന്താണ് ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗ്സ്, അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ഗവൺമെന്റ് കമ്പനി എന്താണെന്നും അവയുടെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻസ് പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. 8 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ഗ്ലോബൽ എന്റർപ്രൈസസ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻസ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. എന്താണ് ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഗ്ലോബൽ എന്റർപ്രൈസിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്, അവയുടെ മെറിറ്റ്സ് എന്തെല്ലാമാണ്, ലിമിറ്റേഷൻസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇതും 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഫിഫ്ത് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ഇറ്റ്സ് കണ്ടന്റ്സ്. എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നും അതുപോലെ തന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെ കണ്ടന്റ്സ് എന്തെല്ലാമാണെന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യമാണ്. 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, സിക്സ്ത് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ്, ധർമ്മം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഇതും 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ്, സെവൻത് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ഇ ബാങ്കിങ് ആൻഡ് ഇറ്റ്സ് ബെനിഫിറ്റ്സ്. എന്താണ് ഇ ബാങ്കിങ് എന്ന് മീൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇ ബാങ്കിങ്ങിന്റെ ബെനിഫിറ്റ്സ് എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ്, എയ്ത്ത് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ കോസസ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. എൻവയോൺമെന്റൽ പൊല്യൂഷന്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. 5 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ്, നയൻത് ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻറ്റ് കോസസ് ഓഫ് ബിസിനസ് റിസ്ക്. എന്താണ് ബിസിനസ് റിസ്ക് എന്നും ബിസിനസ് റിസ്കിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, 10th ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ബിസിനസ് ഫിനാൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. മുൻ വർഷങ്ങളിൽ 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് 4 ക്വസ്റ്റ്യൻസ് വരെ തരുവാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്പ്ലെയിൻ പ്രൊമോട്ടർ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. എന്താണ് പ്രൊമോട്ടർ എന്ന് മീൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രൊമോട്ടറിന്റെ ഫങ്ഷൻസ്, ധർമ്മം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇതും ഇമ്പോർട്ടന്റ് ആണ്. മുൻ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒന്ന് നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ബിസിനസ് എത്തിക്സ് ആൻഡ് എലമെന്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. എന്താണ് ബിസിനസ് എത്തിക്സ് എന്നും ബിസിനസ് എത്തിക്സിന്റെ എലമെന്റ്സ്, ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസിന്റെ വിവിധ തരത്തിലുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണെന്ന് നോക്കി വെച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. എന്താണ് ബിസിനസ് എന്ന് മീൻ ചെയ്യുന്നത്, ബിസിനസിന്റെ ക്ലാസിഫിക്കേഷൻ എന്തെല്ലാമാണെന്നും ഡീറ്റെയിൽ ആയിട്ടും പഠിക്കേണ്ടതാണ്. ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ 10 ചോദ്യങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചോദ്യങ്ങളാണ് ആദ്യം പറഞ്ഞ 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ആ ഒരു 10 ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ഈ എക്സാമിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസിന്റെ എല്ലാ സബ്ജക്റ്റിന്റെയും ചാപ്റ്റർ വൈസ് വീഡിയോസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, വീഡിയോ കാണുക, നന്നായി പഠിക്കുക, നല്ല മാർക്ക് നേടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.